ഓരോന്നിനും വേറെ 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 നിയ്യത്ത് വെക്കണം എന്നർത്ഥം. വേറെ വേറെ സലാം വീട്ടുകയും വേണം. ഇതാണ് വിത്ർ നമസ്കാരം. ഇനി നമുക്ക് തഹജ്ജുദ് നമസ്കാരം പരിശോധിക്കാം. രാത്രിയിൽ ഉറങ്ങി ഉണർന്ന ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ്. ഉറങ്ങിയവന് മാത്രമേ തഹജ്ജുദ് ഉള്ളൂ, ഉറങ്ങാത്തവന് തഹജ്ജുദ് ഇല്ല. ഇതിന്റെ റക്അത്ത് ക്ലിപ്തമല്ല. എത്ര റക്അത്താണ് തഹജ്ജുദ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയില്ല. ഉറങ്ങി ഉണർന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ തഹജ്ജുദായി. എന്നാൽ 12 റക്അത്ത് വരെ നമസ്കരിക്കാം എന്നൊരു അഭിപ്രായമുണ്ട്. 12 റക്അത്ത് വരെ. ഇത് പ്രധാന നിസ്കാരമാണ്. രാത്രിയുടെ അന്ത്യയാമത്തിൽ നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണിത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ഇന്ന ഫിൽ ലൈലി സാഅത്തൻ, രാത്രിയിൽ ഒരു സന്ദർഭമുണ്ട്, ശ്രദ്ധിക്കണം. ലാ യുവാഫിഖുഹാ റജുലുൻ മുസ്ലിമുൻ യസ്അലുല്ലാഹ തആല ഖൈറാ, ആ സമയത്ത് ഏതെങ്കിലും അള്ളാഹുവിന്റെ ഒരു അടിമ പടച്ചറബിനോട് വല്ലതും ചോദിച്ചാൽ മിന ദുനിയാ വൽ ആഖിറ, ഇഹത്തിലെയോ പരത്തിലെയോ എന്തെങ്കിലും ഒരു കാര്യം പടച്ചറബിനോട് അള്ളാഹുവിന്റെ അടിമ രാത്രിയിലെ ആ സുപ്രധാന സമയത്ത് ചോദിച്ചാൽ ഇല്ലാ അഅ്താഹുല്ലാഹ്, പടച്ചറബ് അവനത് കൊടുക്കാതിരിക്കില്ല, തീർച്ചയായും അത് ലഭിക്കുക തന്നെ ചെയ്യും. ഉത്തരം കിട്ടുന്ന സമയമാണത്. ഉറങ്ങി ഉണർന്ന് പ്രപഞ്ചം നിശ്ചലമായി കിടക്കുന്ന സമയത്ത് എല്ലാ ജീവജാലങ്ങളും ഉറങ്ങുമ്പോൾ അവൻ ഒറ്റക്കെഴുന്നേറ്റുകൊണ്ട് അവന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ആ രംഗം അതല്പം പ്രയാസപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഉറക്കിൽ നിന്നും ഉണർന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ നമസ്കരിക്കുന്നവൻ എന്ത് ചോദിച്ചാലും പടച്ച റബ്ബ് കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടം ഉണ്ടോ? ജീവിതത്തിൽ വല്ല പ്രയാസമുണ്ടോ? നിങ്ങൾക്ക് വല്ല ദുരിതവും വന്നിട്ടുണ്ടോ? നിങ്ങൾ രാത്രി ഉറങ്ങി ഉണർന്നതിന് ശേഷം രാവിന്റെ അന്ത്യയാമത്തിൽ തക്ബീർ കിട്ടിയൊന്ന് നമസ്കരിച്ചിട്ട് പടച്ച റബ്ബിനോടൊന്ന് ദുആ ചെയ്ത് നോക്കൂ. അള്ളാഹു നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും. നിങ്ങൾ അതിനുവേണ്ടി ആരെയും സമീപിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മാനസികമായി സമാധാനം തരാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ക്ഷണിക്കുന്ന കേന്ദ്രത്തിലേക്കൊന്നും നിങ്ങൾ പോകേണ്ടതില്ല. നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്ത് പടച്ച റബ്ബിലേക്ക് അടുത്താൽ മതി. അടുത്ത നമസ്കാരം സുന്നത്തിൽ ളുഹയെ കുറിച്ച് പറയാം നമുക്ക്. ളുഹ നമസ്കാരം വളരെ പ്രധാനമാണ്. ഈ ളുഹ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 2 റക്അത്താണ്. ളുഹ ചുരുങ്ങിയത് 2 റക്അത്ത്, പൂർണ്ണമായി നിസ്കരിക്കുന്നുവെങ്കിൽ 8 റക്അത്ത്. ഇനി മറ്റൊരു അഭിപ്രായ പ്രകാരം അധികരിച്ചാൽ 12 റക്അത്ത് വരെ പോകാം. പൂർണ്ണമായ 8, അധികരിച്ചാൽ 12. എല്ലാ 2 റക്അത്തിനും സലാം വിട്ടണം. എല്ലാ 2 റക്അത്തിനും നിയ്യത്ത് ചെയ്യുകയും വേണം. ഞാൻ ളുഹ എന്ന നമസ്കാരം 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു. എപ്പോഴാണ് ഇതിന്റെ സമയം? സൂര്യൻ ഉദിച്ചു ഉയർന്നത് മുതൽ ഉച്ച വരെയാണ് ഇതിന്റെ സമയം. സൂര്യൻ ഉദിച്ചു ഉയർന്നത് മുതൽ ഉച്ച വരെ. പകലിന്റെ 4 കഴിയുന്നതിനുള്ളിൽ നിസ്കരിക്കുന്നതാണ് ഉത്തമം. പകലിന്റെ 4 കഴിയുന്നതിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണിത്. അതാണ് ഇതെങ്ങനെയാണ് ഈ ക്രമം? പകലിന്റെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ പകൽ സമയത്തെ മൊത്തം 4ആയി ഭാഗിക്കുക. ഒരു പ്രത്യേക രീതിയാണ്. പകൽ സമയത്തെ 4ആയി ഭാഗിക്കുക. 1ാമത്തെ ഭാഗത്ത് സുബൈ നിസ്കരിക്കുക, 2ാമത്തെ ഭാഗത്ത് ളുഹ, 3ാമത്തെ ഭാഗത്ത് ളുഹ്ർ, 4ാമത്തെ ഭാഗത്ത് അസ്ർ. ഇതാണ് അതിന്റെ ക്രമം. അപ്പൊ ളുഹ നമസ്കാരം അല്പം പ്രാധാന്യമുള്ള നമസ്കാരം തന്നെയാണ്. 1ാമത്തെ റക്അത്തിൽ അയാൾ ഓതേണ്ടത്, ളുഹ നിസ്കരിക്കുന്ന ആള് വശംസി വളുഹഹ എന്ന സൂറത്തും സൂറത്തുൽ കാഫിറൂനയും കുലിയായുൽ കാഫിറൂൻ 2 സൂറത്ത് ഒന്നിച്ച്. 2ാമത്തെ റക്അത്തിൽ വളുഹ വല്ലൈലി എന്ന സൂറത്തും അതുപോലെ തന്നെ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും. ബാക്കി റക്അത്തിലൊക്കെ, ബാക്കി പിന്നെ നിസ്കരിക്കുന്ന റക്അത്തിലൊക്കെ കുലിയായുൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദും. അങ്ങനെ ബാക്കി പൂർത്തീകരിക്കണം. ഒരു 2 റക്അത്തെങ്കിലും ളുഹ ദിവസേന നമുക്ക് നമസ്കരിക്കാം. ഉദാഹരണമായി 9 മണിക്കോ 8 മണിക്കോ സൂര്യൻ ഉദിച്ച് അല്പം ഉയർന്നാൽ മതി. സൂര്യൻ ഉദിച്ചൊരു കുന്തത്തിന്റെ അത്ര ഉയരുക എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചൊരു 16 മിനിറ്റ് കഴിഞ്ഞാൽ സമയമാകും. ളുഹ നിസ്കാരത്തിന് പ്രാധാന്യം കൽപ്പിച്ച് ളുഹ നമസ്കാരം സ്ഥിരമാക്കിയാൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിന്റെ മഹത്വങ്ങളൊന്നും ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ, പരിശുദ്ധ ഹറമിലൊക്കെ ചെന്ന് പുണ്യം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ നിസ്കാരങ്ങളൊന്നും ഒഴിവാക്കരുത്. ഈ സുന്നത്തുകളൊക്കെ നമസ്കരിക്കണം. അതുപോലെ തന്നെ സാധ്യമായ ആളുകളൊക്കെ ഈ നമസ്കാരം നിസ്കരിക്കാൻ ഒരു പതിവാക്കി കഴിഞ്ഞാൽ അല്പസമയം, ഒരു 5 മിനിറ്റ് പോലും വേണ്ട, ഒരുപാട് പുണ്യമാണ് നമുക്കതുകൊണ്ട് കിട്ടുന്നത്. അപ്രകാരം തന്നെ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് തഹിയ്യത്ത് നമസ്കാരം. തഹിയ്യത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പ്രവേശിച്ചാൽ 2 റക്അത്ത് തഹിയ്യത്ത്. തഹിയ്യത്തിന്റെ അർത്ഥം തന്നെ കാണിക്ക എന്നാണ്. കാണിക്ക, പള്ളിക്കൊരു പാരിതോഷികം. പള്ളിയിൽ കടന്നാൽ പടച്ച റബ്ബിനെ ആദരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ നിസ്കരിക്കുന്ന, പള്ളിക്ക് വേണ്ടി കാണിക്ക വെക്കുന്ന, അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടിയുള്ള ഒരു കാഴ്ച, ആ കാഴ്ച വെക്കുന്ന സാധനമാണ് 2 റക്അത്ത് നമസ്കാരം. പ്രവേശനം പലതവണ ആവർത്തിച്ചു. എന്നാലും ഇനി ഒരാൾക്ക് ഇരിക്കാൻ ഉദ്ദേശമില്ല, എന്നാലും ഈ നിസ്കാരം സുന്നത്താണ്. ഒന്ന് കടന്നു ഇറങ്ങി, പിന്നെ കടക്കുമ്പോൾ 2 റക്അത്ത് സുന്നത്ത് നടത്തം. പള്ളിയിൽ കടന്ന ഉടനെയാണ് ഇതിന്റെ സമയം. എപ്പോഴാണോ പള്ളിയിൽ കടന്നത് അപ്പൊ തന്നെ, അതേത് സമയത്താണെങ്കിലും ശരി. ദീർഘമായി പള്ളിയിൽ ഇരുന്നാൽ ഇതിന്റെ സമയം പാഴായി. പള്ളിയിൽ കയറി ഒരുപാട് സമയം ഇരുന്നു, എന്നാൽ പിന്നെ അതിന്റെ സമയം കഴിഞ്ഞു, പിന്നെ നിസ്കരിക്കാൻ സമയമില്ല, തഹിയ്യത്ത് നഷ്ടപ്പെട്ടു പോയി. തഹിയ്യത്ത് നിസ്കരിക്കാൻ ഒരാൾക്ക് സൗകര്യപ്പെട്ടില്ല എന്നിരിക്കട്ടെ. ഇപ്പൊ ഒരാൾ പള്ളിയിൽ കയറി,
അയാൾക്ക് തഹിയ്യത്ത് നിസ്കരിക്കാൻ സൗകര്യപ്പെട്ടില്ല. എന്നാൽ എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ഈ ദിക്ർ 4 തവണ പറയൽ സുന്നത്താ. ഖുത്ബയുടെ സമയത്ത് പള്ളിയിൽ പ്രവേശിച്ച ഖതീബ്, തവാഫ് ഉദ്ദേശിച്ച് മസ്ജിദുൽ ഹറാമിൽ കടന്ന ഒരാള്, ഇവർക്ക് രണ്ടുപേർക്കും തഹിയ്യത്ത് കറാഹത്ത. തവാഫ് ഉദ്ദേശിച്ച് മസ്ജിദുൽ ഹറാമിൽ കടന്നാണ് തവാഫ ചെയ്യേണ്ടത്, തഹിയ്യത്ത് നിസ്കാരമല്ല. ഖുത്ബയ്ക്ക് വേണ്ടി പള്ളിയിൽ പ്രവേശിച്ച ഖതീബ് പിന്നെ അവിടെ സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കരുത്. ഖുത്ബയുടെ സമയം പള്ളിയിൽ പ്രവേശിച്ച ഒരാൾ, ഇമാം അല്ലാത്ത ഒരാൾ, ഖതീബ് അല്ലാത്ത ഒരാൾ, അയാൾക്ക് ഷാഫി മദ്ഹബിൽ 2 റക്അത്ത് വേഗത്തിൽ നിസ്കരിക്കാം. മാലിക്കി ഹനഫി മദ്ഹബിൽ ഈ സമയത്ത് നിസ്കരിക്കരുത്. ഏത് സുന്നത്തിനും നിയ്യത്ത് വേണമല്ലോ, എന്നതുപോലെ തഹിയ്യത്തിന് നിയ്യത്ത് വേണം. ഇഖാമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തഹിയ്യത്ത് നിസ്കരിക്കാതെ ഫർദിൽ പങ്കെടുക്കണം. അപ്പൊ നമ്മൾ പള്ളിയിലേക്ക് കയറുന്നു, അപ്പോൾ അവിടെ ഇഖാമത്ത് കൊടുത്ത് ജമാഅത്ത് തുടങ്ങി. അപ്പൊ നമ്മൾ തഹിയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുകയല്ല വേണ്ടത്, ഇമാമോട് കൂടി ആ നിസ്കാരത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. അവന് തഹിയ്യത്തിന്റെ പ്രതിഫലം അതുകൊണ്ട് തന്നെ ലഭിക്കും. കാരണം പള്ളിയിൽ കടന്ന ഉടനെ ഏതെങ്കിലും ഒരു നമസ്കാരം നമസ്കരിച്ചാൽ തഹിയ്യത്തിന്റെ പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇമാമോട് കൂടിയുള്ള നമസ്കാരത്തിൽ അവൻ പ്രവേശിക്കണം. ഇതാണ് തഹിയ്യത്ത് നമസ്കാരം. ഇതും നമ്മളൊരു പള്ളിയിൽ കടക്കുമ്പോൾ പള്ളിയെ പരിഗണിച്ചുകൊണ്ട് തീർച്ചയായും നമ്മൾ നിസ്കരിക്കണം. അത് നമ്മുടെ മനസ്സ് നന്നാക്കുന്ന ഒരു പ്രവർത്തനമാണ്. സുഫിയാൻ സൗരിയെ പോലുള്ള മഹത്തുക്കളായ തസൗഫിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ നമസ്കാരം നമസ്കരിക്കാതിരുന്നാൽ ഖസാവത്തുൽ ഖൽബ്, ഹൃദയ കാഠിന്യം ഉണ്ടാവുന്ന, നമ്മുടെ ഹൃദയം ദുഷിച്ചു പോകും. അതുകൊണ്ട് ഹൃദയ ശുദ്ധീകരണത്തിന് ഇത് ആവശ്യമാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ പുണ്യപ്പെട്ട ഒരു നമസ്കാരവുമാണ് എന്ന കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കണം. ഇനിയുള്ള നമസ്കാരമാണ് റമദാൻ മാസം പ്രത്യേകം നിസ്കരിക്കുന്ന തറാവീഹ് നമസ്കാരം. റമദാന്റെ രാത്രികളിൽ നിർവഹിക്കുന്ന നമസ്കാരമാണ്. ദീർഘനേരം നിൽക്കുന്നതിനാൽ, ഇതൊരുപാട് സമയം വേണമല്ലോ, 20 റക്അത്ത് ദീർഘം വേണം. ദീർഘമായി നിൽക്കുന്നതിനാൽ ഈ 2 റക്അത്തുകൾക്കിടയിലും സ്വഹാബികൾ വിശ്രമിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് തറാവീഹ് എന്ന പേര് തന്നെ വന്നത്. അത്ര ദൈർഘ്യമുള്ളത് കൊണ്ട് ഈ 2 റക്അത്തിന്റെ ഇടയ്ക്ക് അവർ വിശ്രമിക്കും. അതുകൊണ്ടാണ് വിശ്രമം, തറാവീഹ് എന്ന പേര് തന്നെ വന്നത്. 20 റക്അത്താണ് നിസ്കാരം. ഓരോ ഈ 2 റക്അത്തിലും സലാം വീട്ടിയാണ് നിസ്കരിക്കുക. ഉസല്ലി സുന്നത്ത തറാവീഹ് റക്അത്തൈനി ലില്ലാഹി തആല എന്ന് ഓരോ ഈ 2ലും നമ്മൾ നിയ്യത്ത് ചെയ്യണം. അങ്ങനെ നിയ്യത്ത് ചെയ്ത് 20 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക. ഓരോ ഈ 2ലും സലാം വീട്ടി 20 റക്അത്ത് പൂർത്തീകരിക്കുക. ഇതാണ് തറാവീഹ് നമസ്കാരം. അത് റമദാനിലേ ഉള്ളൂ, റമദാന്റെ രാവുകളിൽ മാത്രം. തസ്ബീഹ് നമസ്കാരം പലർക്കും പരിചയമില്ലാത്തൊരു നമസ്കാരമാണ് തസ്ബീഹ് നമസ്കാരം. അത് വളരെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവൂ. അത് ആണ്ടിലൊരിക്കലോ അല്ലെങ്കിൽ ജീവിതത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ നിസ്കരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ് തസ്ബീഹ് നമസ്കാരം. ഇത് 4 റക്അത്താണ്. 4ഉം ഒന്നിച്ച് വേണമെങ്കിൽ നിസ്കരിക്കാം, അല്ല 2-2 നിസ്കരിക്കാം. ഓരോ റക്അത്തിലും 75 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ചൊല്ലണം. ഒരു റക്അത്തിൽ 75 പ്രാവശ്യം. അതുകൊണ്ടാണ് ഈ നിസ്കാരത്തിന് തസ്ബീഹ് നിസ്കാരം എന്ന് പേര് വന്നത്. ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾക്ക് ഹറമിൽ വെച്ച് നിസ്കരിക്കുന്ന ഒരുപാട് പുണ്യം കിട്ടാൻ ഉപകരിക്കും. എങ്ങനെയാണ് ഈ 75 തക്ബീർ ഒരു റക്അത്തിൽ ചെല്ലുന്നത്? ശ്രദ്ധിച്ചോളൂ. സാധാരണ നിസ്കാരം പോലെ ഞാൻ തസ്ബീഹ് നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ തക്ബീർ കിട്ടുക. ഇനി 4ഉം ഒന്നിച്ചാണ് നിസ്കരിക്കുന്നെങ്കിലോ തസ്ബീഹ് നിസ്കാരം 4 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് തക്ബീർ കിട്ടുക. തക്ബീർ കെട്ടി ഫാത്തിഹ ഓതി സൂറത്ത് ഓതുക. ഫാത്തിഹയും സൂറത്തും ഓതിക്കഴിഞ്ഞ ശേഷം 15 തവണ നൃത്തത്തിൽ 15 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്റില്ല 15 തവണ റുകൂയിലേക്ക് പോവുക. റുകൂയിൽ സാധാരണ ചൊല്ലുന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം സുബ്ഹാന റബ്ബിയൽ അളീമി വബിഹംദിഹി എന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം 10 തവണ ഈ ദിക്ർ ചൊല്ലുക. സുബ്ഹാനല്ലാഹ് തസ്ബീഹ് ചൊല്ലുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 10 തവണ. ഇഅ്തിദാലിലേക്ക് വരിക. ഇഅ്തിദാലിൽ സാധാരണ ചൊല്ലുന്ന റബ്ബനാ ലക്കൽ ഹംദ് എന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം 10 തവണ ഈ തസ്ബീഹ് ചൊല്ലുക. എന്നിട്ട് സുജൂദിലേക്ക് പോവുക. സുജൂദിൽ കടന്നുകൊണ്ട് സുജൂദിലെ സാധാരണ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം 10 തവണ ചൊല്ലുക. അത് കഴിഞ്ഞതിന് ശേഷം സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ 10 തവണ ചൊല്ലുക. പിന്നെ രണ്ടാമത്തെ സുജൂദിനും 10 തവണ ചൊല്ലുക. പിന്നെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലും 10 തവണ. ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ 2 സുജൂദും കഴിഞ്ഞിട്ടുള്ള ഇരുത്തം, ആ ഇരുത്തത്തിൽ 10 തവണ ചൊല്ലുക. ഇപ്പൊ മൊത്തം 75 ഒരു റക്അത്തിൽ. ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിന്റെ ആദ്യത്തിൽ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലണം. ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലേക്ക് കൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് ഇരുത്തത്തിലിരിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയാം. എന്നിട്ട് തസ്ബീഹ് ചൊല്ലുക. എന്നിട്ട് പിന്നെ ഉയരുമ്പോൾ തക്ബീർ വേണ്ട. സാധാരണഗതിയിൽ നമ്മൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്ന് പിന്നെ ഉയരുമ്പോഴാണ് തക്ബീർ ചൊല്ലുക. ഇവിടെ ഈ തസ്ബീഹ് ചൊല്ലാനുള്ളതുകൊണ്ട് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലേക്ക് ഇരിക്കുമ്പോൾ തന്നെ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. എന്നിട്ട് ഇരുന്ന് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് 10 തവണ ചൊല്ലിയിട്ട് പിന്നെ മൗനമായിട്ട് എഴുന്നേൽക്കുക. എഴുന്നേൽക്കുമ്പോൾ പിന്നെ തക്ബീർ വേണ്ട, അത് നേരത്തെ ചൊല്ലി. ഇനി നൃത്തത്തിലേക്ക് ഉയരുമ്പോൾ തക്ബീർ വേണ്ട എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചല്ലോ. റുക്കൂയിൽ തസ്ബീഹ് മറന്നാൽ, ഒരാൾ റുക്കൂയിൽ തസ്ബീഹ് മറന്നു, റുക്കൂയിൽ 10 വേണം, മറന്നുപോയി.
മറന്നുപോയാൽ അവൻ എഴുത്തിദാലിൽ നിന്ന് റുക്കോയിലേക്ക് മടങ്ങാനോ എഴുത്തിദാലിൽ കൂട്ടിച്ചൊല്ലാനോ പാടില്ല. ഒരാള് റുക്കോൾ ചെയ്തു, എഴുത്തിദാലിലേക്ക് വന്നു, റുക്കോയിൽ ചെല്ലേണ്ട 10 മറന്നു, അത് ചെല്ലാൻ വേണ്ടി പിന്നെ റുക്കോയിലേക്ക് മടങ്ങാൻ പാടില്ല. എഴുത്തിദാലിൽ ആ 10 കൂട്ടിച്ചൊല്ലാനും പാടില്ല. എഴുത്തിദാലിലെ 10 മാത്രമേ പാടുള്ളൂ. കാരണം എഴുത്തിദാല് ദീർഘിപ്പിക്കാൻ പാടില്ലാത്തൊരു ഫർള. അതുകൊണ്ട് അവിടെ ആ 10 പാടുള്ളൂ. പിന്നെ റുക്കൂല് നഷ്ടപ്പെട്ട 10 എന്ത് ചെയ്യും? ആ 10 സുജൂദിൽ കൂട്ടിച്ചൊല്ലുക. സുജൂദിലെ 10ന്റെ കൂടെ +10 കൂട്ടിച്ചൊല്ലുക. അങ്ങനെ ചൊല്ലിയാൽ സുജൂദിൽ ആദ്യത്തെ സുജൂദിൽ 20 ഉണ്ടാവും. അത് മതി. ഈ നിസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഴ്ചയിലൊന്നോ ജീവിതത്തിലൊന്നോ മാസത്തിലൊന്നോ കൊല്ലത്തിലൊന്നോ സൗകര്യപ്പെടുന്ന വിധത്തിൽ നിസ്കരിക്കൽ വളരെ ഉത്തമമാണ്. ഒന്നെങ്കിലും നിസ്കരിച്ച് നോക്കുക. അതിനുവേണ്ടി ഈ നിസ്കാരത്തിന്റെ രീതി പഠിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു സുന്നത്ത് നമസ്കാരമാണ് ഖൈറിനെ തേടുന്ന നിസ്കാരം.